ഹലോ, എൻ്റെ കുറേ നാളായിട്ടുള്ളൊരു ചെറിയ ആഗ്രഹമായിരുന്നു KSRTCയിൽ സിറ്റി റൈഡ് പോകണം എന്നുള്ളത്. ഇത് ആക്ച്വലി KSRTC ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ഇയേഴ്സ് എന്തോ ആയി ഏകദേശം. ബട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയത്. എപ്പോഴും ഞങ്ങൾ റോഡിൽ കൂടെ പോകുമ്പം ഡെയിലി ഈ ബസ് ഇങ്ങനെ കാണും. അപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പറയും ഒരു ദിവസം നമുക്ക് പോകണമെന്ന്. പക്ഷേ എന്തോ നമ്മൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ടില്ല പോകണമെന്ന്. ബട്ട് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോവുകയാണ്. ഞങ്ങൾ ചൂസ് ചെയ്തത് വൈകിട്ട് 6 മണിക്കുള്ള സ്ലോട്ടാണ്. ഞങ്ങൾ എന്തുകൊണ്ട് 6 മണിക്ക് ചൂസ് ചെയ്തു എന്ന് റീസൺ പറയാം, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരിച്ച് ഈസ്റ്റ് ഫോർട്ട് തന്നെ അവർ ഡ്രോപ്പ് ചെയ്യും. ഇത് ബുക്ക് ചെയ്യേണ്ടത് ഓൺലൈൻ KSRTCSwift.com എന്ന സൈറ്റിലൂടെയാണ്, അല്ലെങ്കിൽ എൻ്റെ KSRTC എന്നുള്ള ആപ്പിലൂടെ നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റും. ജേർണി ഡ്യൂറേഷൻ അവർ കൊടുത്തിരിക്കുന്നത് 1.25 മണിക്കൂറാണ്. ബട്ട് ഞങ്ങളുടെ ജേർണി 2 മണിക്കൂർ എടുത്തു. കാരണം ഞങ്ങൾ ചൂസ് ചെയ്തത് 6 മണിക്ക് ആയതുകൊണ്ട് കുറച്ച് റഷുള്ള ടൈം ആയതുകൊണ്ട് 2 hours എടുത്തു. അപ്പോൾ അതിന് മുമ്പ് അതിന് ശേഷമൊക്കെ ടൈമാണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം 1.5 മണിക്കൂറൊക്കെ ജേർണി ടൈം എടുക്കത്തുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് വേറൊരു ഭാഗ്യം കിട്ടി. അതായത് ഞങ്ങൾ ചൂസ് ചെയ്ത ഡേറ്റ് 8-ാം തീയതി ആയിരുന്നു. അതായത് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ ഈ റൈഡ് പോയവർക്ക് ഈ ഒരു ഫീല് മനസ്സിലാവും. കാരണം സിറ്റി ഫുൾ ലൈറ്റ്സ് ഇട്ടേക്കുന്ന ഒരു ടൈമായിരുന്നു. കനകക്കുന്നിലും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അവർ 8-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 3-ാം തീയതി വരെ ആയിരുന്നു ആദ്യം വെച്ചിരുന്നത്, പിന്നെ 8-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അത് കാണാൻ പറ്റി. കാരണം നമുക്ക് നോർമൽ ഡേയ്സിൽ സിറ്റി റൈഡ് ഈ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വൈബ് കിട്ടില്ല. സോ ഇത് ഭയങ്കര റെയറാണ്. ഈ ലൈറ്റൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു കിട്ടുന്ന വൈബ് വേറെയാണ്. ഇനി ഞാൻ 6 മണിക്ക് ചൂസ് ചെയ്ത റീസൺ പറയാം. ഇതാണ് കാര്യം. അതായത് ഈ ഈവനിങ് സൺസെറ്റ് ടൈമിലുള്ള നമ്മുടെ സ്കൈൻ്റെ വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതായത് നമുക്ക് 6 മണി ചൂസ് ചെയ്താൽ നമുക്ക് 2 സംഭവം കാണാൻ പറ്റും. അതായത് ഈവനിങ് ടൈമിൽ ട്രിവാൻഡ്രം കാണാൻ പറ്റും, നൈറ്റ് വ്യൂവിലുള്ള ട്രിവാൻഡ്രം നമുക്ക് കാണാൻ പറ്റും. സോ അത് ഭയങ്കര ഒരു ഭംഗിയാണ്. അത് വേറെ ഒരു ടൈം സ്ലോട്ടിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്താലും ഈ ഒരു വൈബ് കിട്ടില്ല. 6 മണിക്ക് ബുക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു വൈബ് കിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ 6 മണിക്ക് തന്നെ ബുക്ക് ചെയ്തത്. നമുക്ക് ഈ 6 മണി സ്ലോട്ട് കിട്ടാനും പാടാണ്. നമ്മൾ തലേദിവസമൊക്കെ നോക്കിയാൽ ചിലപ്പോൾ ഫുള്ളായിരിക്കും. ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ടൈമാണ് സിറ്റി റൈഡിൽ 6 PM എന്നുള്ളത്. അപ്പോൾ നമ്മൾ 6 PM പോകണമെന്നുള്ളവർ 2 ദിവസം മുന്നേ ബുക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള സീറ്റൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ സിറ്റി ഫുൾ ഭയങ്കര ഓണായിരുന്നു. എവിടെ നോക്കിയാലും ബഹളവും പാട്ടും ലൈറ്റൊക്കെ ആയിരുന്നു. കാരണം ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഇതുവരെ ആ ഒരു ന്യൂ ഇയർ വൈബ് പോയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ന്യൂ ഇയർ വൈബിൽ നിൽക്കുകയാണ് സിറ്റി. കാരണം മെയിൻലി ആ കനകക്കുന്നിലെ ലൈറ്റ്സൊക്കെ തന്നെയാണ് അവർ എക്സ്റ്റെൻഡ് ചെയ്ത കാരണം ഇപ്പോഴും അവിടെ ഫുൾ തിരക്കാണ്. ഈ വീഡിയോയിൽ എത്രത്തോളം അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും നമ്മൾ നേരിട്ട് ഒരിക്കലെങ്കിലും ഈ ഒരു റൈഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. മസ്റ്റായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതായത് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നവരായാലും പുറത്തുനിന്ന് വരുന്നവരായാലും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ ആക്ച്വലി ഈ വഴികളിലൂടെയൊക്കെ ജനിച്ചപ്പോൾ മുതൽ വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുന്ന വഴികളാണിതൊക്കെ. ബട്ട് എന്നാലും KSRTCയിൽ ഡബിൾ ഡെക്കർ ബസ്സിലിരുന്ന് ഈ ഒരു വ്യൂ ഒക്കെ കാണുന്നത് അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ ബസ്സിലെ പാസഞ്ചേഴ്സിനെ പോലെ ഇരിക്കും കേട്ടോ നമ്മളുടെ ബസ്സിലെ വൈബ്. കാരണം ഞങ്ങളുടെ ബസ്സിൽ ഫുൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു സ്കൂൾ പിള്ളേരുടെ ഒരു ഗ്യാങ് ആയിരുന്നു. സോ അവർ ഭയങ്കര വൈബായിരുന്നു. ബസ്സിൽ നമുക്ക് പാട്ടൊക്കെ ഇട്ട് തരും. പാട്ടുണ്ട്, മൈക്കുണ്ട്, കണ്ടക്ടറൊക്കെ ഫുൾ ജോളിയാണ്. നമുക്ക് എന്ത് വേണോ ചെയ്യാം, ഡാൻസ് ചെയ്യാം, പാട്ട് പാടാം. നമ്മൾ ഇങ്ങോട്ട് വന്ന് പറയും. സോ പിള്ളേർ ഭയങ്കര വൈബായിരുന്നു. പാട്ടിട്ട് ഫുൾ ഡാൻസ് മോഡായിരുന്നു. അതുകൊണ്ട് ബസ് ഭയങ്കര ജോളിയായിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ആക്ച്വലി ഈ റൈഡ് പോയത്. സോ നമ്മൾ കൂടെയുള്ള പാസഞ്ചേഴ്സ് മിണ്ടാതെയൊക്കെ ഒതുങ്ങിയിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും കുറേ കഴിയുമ്പോൾ റൈഡ് നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. ഒരു 3/4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ഞങ്ങൾക്ക് ഈ റൈഡ് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ട് റോഡിലൂടെ പോവുകയാണ്. ആക്ച്വലി ട്രിവാൻഡ്രം എയർപോർട്ട് റൺവേ ഇത്രയും വലുതാണെന്ന് നമുക്ക് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ഇരിക്കുമ്പോഴേ, ഇത്ര ഹൈറ്റ് ഇരിക്കുമ്പോഴേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല, റിയലൈസ് ചെയ്യില്ല നമ്മൾ. സോ കണ്ടക്ടർ അങ്കിൾ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവിടെ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് 1932 തിരുവിതാംകൂർ മഹാരാജൻ എയർപോർട്ട് നിർമ്മിക്കാനായിട്ട് ഗവൺമെൻറ്റിന് ഈ സ്ഥലം വിട്ടുകൊടുക്കുകയും അന്നൊരു എഗ്രിമെൻറ്റ് വെച്ചിരുന്നു. വർഷത്തിൽ 2 വട്ടം പബ്ലിക്കിനായിട്ട് ഈ റൺവേ ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ആറാട്ടിനായിട്ട് വർഷത്തിൽ 2 വട്ടം പബ്ലിക്കിനായിട്ട് ഈ റൺവേ ഓപ്പൺ ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അങ്കിൾ അവിടെ പറയുന്നുണ്ടായിരുന്നു.
പിന്നെ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ സ്ഥലത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും കഥകളും ഇമ്പോർട്ടൻസും ഒക്കെ കണ്ടക്ടർ മൈക്കിലൂടെ അനൗൺസ് ചെയ്യും. അതായത് ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് പുറത്തുനിന്ന് വരുന്നവരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആണ് ഈ പറയുന്നത്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ എയർപോർട്ടിൻ്റെ റൺവേ നമുക്ക് അധികം അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, സെക്യൂരിറ്റി റീസൺസ് ആണ്. സോ അധികം ഞാനങ്ങനെ ആ വ്യൂ ഞാനങ്ങനെ എടുത്തിട്ടില്ല. ഭയങ്കര ഭംഗിയായിരുന്നു നമുക്ക് നേരിട്ട് കാണാനായിട്ട്. സോ ഞങ്ങളങ്ങനെ ലുലു മോളിൻ്റെ അടുത്തെത്തി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളുടെ പിള്ളേരെ സെറ്റ് ലുലു മോളിൽ അവരിറങ്ങി, അവിടെ കറങ്ങാൻ പോകാനായിട്ട് അവരിറങ്ങി. അതിനുശേഷം റൈഡ് ഇച്ചിരി ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നി, കാരണം ബസ് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പിന്നെ എല്ലാവരും അവരുടെ സീറ്റിലിരിക്കുക, അതായിരുന്നു പണി. പിന്നെ കാരണം നമുക്ക് റൈഡ് ഏകദേശം നമുക്ക് തീരാറായി, ഏകദേശം 7:30 ആയി. ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു, ഒരുപാട് ക്യാപ്ചർ ചെയ്തു ഫോണിൽ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഞാനും പ്രിയനും ഈ റൈഡ് പോയത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും 6 മണിക്കുള്ള ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം സിറ്റി ഫുൾ ഓൺ ആയിരിക്കുന്ന ടൈമാണ് ഈ 6 മണി 7 മണിയൊക്കെ വൈകിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സിറ്റി കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. നമ്മളിപ്പം 3 മണിക്ക് ഉള്ള സ്ലോട്ടോ 4 മണിക്കുള്ള സ്ലോട്ടോ അല്ലെങ്കിൽ 9 മണിക്കും 10 മണിക്കൊക്കെ രാത്രി ബുക്ക് ചെയ്താലും നമുക്ക് ഈ ഒരു വൈബ് കിട്ടില്ല. എനിക്ക് തോന്നിയ ബെസ്റ്റ് ടൈം 6 മണി തന്നെയാണ്. അപ്പോൾ പിന്നെ ഒരാൾക്ക് ടിക്കറ്റ് പ്രൈസ് വന്നിട്ട് 200 റുപ്പീസാണ് ടോപ്പിലിരിക്കാനായിട്ട്. 200 റുപ്പീസിനുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഒരു 100 or 150 മാക്സിമം ഓക്കെയാണ്. പിന്നെ നമ്മൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്യുന്നതിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. സോ എല്ലാവരും മാക്സിമം ഇത് പോകാനായിട്ട് ശ്രമിക്കുക. KSRTCയിൽ നല്ലൊരു ഇനിഷ്യേറ്റീവാണിത്. സോ നമ്മളെ റൈഡ് ഏകദേശം കഴിഞ്ഞു. ഇപ്പം ടൈം 8 PM ആയിട്ടുണ്ട്. തിരിച്ച് അവർ ഈസ്റ്റ് ഫോർട്ട് തന്നെ വിട്ടുതരും. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. സോ എല്ലാവരും ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യുക ഇത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.